എല്ലാവർക്കും നമസ്കാരം. സോഷ്യൽ മീഡിയകളിൽ വല്ലാത്തൊരു സംസാരമാണ്. കാസർഗോഡ് നഗരസഭ ഫണ്ട് വിനിയോഗിച്ചിട്ടില്ല, ശതമാനക്കണക്കിൽ ഏറ്റവും പിന്നിലാണെന്ന്. സത്യാവസ്ഥ ഇതാണ്. കാസർഗോഡ് നഗരസഭക്ക് ഫണ്ട് അനുവദിച്ചു എന്ന് പറഞ്ഞ് സൈറ്റിൽ വരികയും ഗവൺമെന്റ് സൈറ്റുകളിൽ ഇത് പ്രഖ്യാപിക്കുകയും ചെയ്തു. പക്ഷേ കാസർഗോഡ് നഗരസഭയുടെ അക്കൗണ്ടിലേക്ക് ആ പണം വന്നിട്ടില്ല. CFCയുടെ ഫണ്ടാണത്. 4,28,00,000 രൂപ. പക്ഷെ അത് വരാത്തതിന്റെ കാരണം കൊണ്ടാണ് നമുക്ക് ചെലവഴിക്കാൻ പറ്റാത്തത്. പക്ഷെ സൈറ്റിൽ കാണുമ്പോൾ നമുക്കത് കൃത്യമായിട്ട് 4,28,00,000 രൂപ കാസർഗോഡ് നഗരസഭയ്ക്ക് അനുവദിച്ചതായിട്ട് കാണും. പക്ഷേ നമ്മുടെ അക്കൗണ്ടുകളിലേക്ക് പണം വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ആ പണം ചെലവഴിക്കാൻ നമുക്ക് സാധിച്ചിട്ടില്ല. അത് സത്യമാണ്. വരാത്ത പണം എങ്ങനെയാണ് നമ്മൾ ചെലവഴിക്കുക? അതാണ് അതിൻ്റെ ഒരു കാരണം. പക്ഷേ ഈ ഫണ്ടുമായി ബന്ധപ്പെട്ട് ഇത് ലഭിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് 2/9/2024 ബന്ധപ്പെട്ട വകുപ്പ് മന്ത്രി ബഹുമാന്യനായ MP രാജേഷ് അവർക്ക് കാസർഗോഡ് നഗരസഭയിൽ നിന്ന് ലെറ്റർ അയച്ചിരുന്നു. 2/9/2024 ഈ ലെറ്ററാണ് അന്ന് അയച്ചത്. തടഞ്ഞു വെക്കപ്പെട്ട ആ ഫണ്ട് ഞങ്ങൾക്ക് നൽകണമെന്ന് പറഞ്ഞു, ഞങ്ങളുടെ അക്കൗണ്ടുകളിലേക്ക് നൽകണമെന്ന് പറഞ്ഞു. പക്ഷേ നിരന്തരമായിട്ട് അതുമായി ബന്ധപ്പെട്ട് ഇടപെട്ടിട്ടും അത് നൽകാനുള്ള സംവിധാനം ഉണ്ടാക്കിയില്ല. കിട്ടാത്തതിൻ്റെ അടിസ്ഥാനത്തിൽ വീണ്ടും കത്തുകൾ എഴുതി അത് നമ്മുടെ പ്രിൻസിപ്പൽ ഡയറക്ടർക്ക് കത്തെഴുതി. കാരണം ഇവിടെ JDയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട് അവിടെ ലെറ്റർ കൊടുത്തപ്പോൾ ഇത് ഞങ്ങൾക്ക് ഇവിടുന്ന് ഒന്നും ചെയ്യാൻ പറ്റില്ല, തിരുവനന്തപുരത്ത് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ PDക്ക് ലെറ്റർ കൊടുത്തു. അന്ന് PDക്ക് കൊടുത്ത ലെറ്ററിലും ഇത് തന്നെയാണ് പറഞ്ഞത്, ഞങ്ങൾക്ക് തടഞ്ഞ പണം ഞങ്ങൾക്ക് നൽകണമെന്ന് പറഞ്ഞിട്ടാണ് ഇത് കൊടുത്തത്. അതിൻ്റെ രേഖയും ഇതിലുണ്ട്, കൊടുത്തതിൻ്റെ രേഖയും ഡേറ്റും കാര്യങ്ങളും ഇതിനകത്തുണ്ട്. പക്ഷെ എന്നിട്ടും നമുക്ക് ലഭിച്ചില്ല. ലഭിക്കാതെപ്പോൾ കാസർഗോഡ് നഗരസഭക്ക് നമുക്ക് കിട്ടേണ്ട ആ പണം കിട്ടാതെ വരികയും അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ശതമാന കണക്ക് കൂട്ടുമ്പോൾ നമ്മുടെ പിന്നിലാവുമെന്നുള്ളത് ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ കാസർഗോഡ് നഗരസഭ ഇതുമായി ബന്ധപ്പെട്ട് വീണ്ടും ലെറ്റർ എഴുതി. PDക്ക് ലെറ്റർ. എന്താണ് PDക്ക് ലെറ്റർ എഴുതിയത്? തിരുവനന്തപുരം PDക്ക് ലെറ്റർ എഴുതിയത് പ്രിൻസിപ്പൽ ഡയറക്ടർ ലെറ്റർ എഴുതി. അതായത് ഞങ്ങൾക്ക് തരാം എന്ന് പറഞ്ഞിട്ടുള്ള ആ പണം തന്നില്ലെങ്കിലും സാരമില്ല, ഞങ്ങളെ ആ സൈറ്റിൽ നിന്ന്, ഞങ്ങൾക്ക് അനുവദിക്കപ്പെട്ട ആ സൈറ്റിൽ നിന്ന് അത് ഒഴിവാക്കി തരണം. അത് ഒഴിവാക്കി തന്നാൽ തന്നെ കാസർഗോഡ് നഗരസഭ ആദ്യത്തെ 10 ലിസ്റ്റിൽ, നഗരസഭയുടെ ആദ്യത്തെ 10 ലിസ്റ്റിൽ 2-3 സ്ഥാനങ്ങളിൽ അത് എത്തും എന്നുള്ളത് കൊണ്ട് ഞങ്ങളത് പ്രിൻസിപ്പൽ ഡയറക്ടർക്ക് എഴുതി. ആ ലെറ്റർ അവിടെ എത്തി. എത്രാം തീയതി അവിടെ എത്തിയിട്ട് കുറേ ദിവസം അതിൻ്റെ പിന്നാലെ പല പ്രാവശ്യം ഫോൺ വിളിച്ചപ്പോൾ MLA ഇടപെട്ടുകൊണ്ട് അത് പ്രിൻസിപ്പൽ ഡയറക്ടറുടെ ടേബിളിലേക്ക് എത്തി. അതിൻ്റെ തെളിവാണ് ഈ കിടക്കുന്ന പ്രിൻസിപ്പൽ ഡയറക്ടർ. കാരണം ഇതിൽ ശതമാനക്കണക്ക് കൂട്ടുമ്പോൾ നിങ്ങൾ ആ സൈറ്റിൽ തന്നിട്ടുള്ള ആ പണം അതിൽ നിന്ന് ഒഴിവാക്കി കാണിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് പ്രിൻസിപ്പൽ ഡയറക്ടർ എഴുതിയ കത്താണ്. അന്ന് അത് എത്രാം തീയതി? 28/3/2025 ഇവിടെ കാണാം. 28/3/2025 അവിടെ ടേബിളിൽ അവിടെ എത്തി. അത് അവര് ഒപ്പിട്ടിട്ടുണ്ടായിരുന്നെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കേരളത്തിലെ 10 നഗരസഭകളിൽ ഒരു നഗരസഭയായിരുന്നു. ഇപ്പോൾ പറഞ്ഞത് ഏറ്റവും പിന്നിലാണെന്നുള്ളത് പറഞ്ഞ് 10-1 3-4 സ്ഥാനങ്ങളിൽ എത്തുമായിരുന്നു. ഇത് മനഃപൂർവ്വമാണ് LDF സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട് ഒപ്പുകാണ്ട് നിന്നത്. കാരണം ഇത് UDF ഭരിക്കുന്ന സ്ഥലമാണ്. അപ്പോൾ മനഃപൂർവ്വം അത് ചെയ്ത പരിപാടിയാണ് എന്ന് തെളിവ് ചെയ്യും എനിക്ക് ഇത് ഇവിടെ രേഖപ്പെടുത്താൻ നമുക്ക് സാധിക്കും. ഇതാണ് ഇതിൻ്റെ സത്യാവസ്ഥ എന്ന് എൻ്റെ പ്രിയപ്പെട്ട കാസർഗോഡ് നഗരപ്രദേശത്തുള്ള ആളുകൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. പിന്നെ പത്രവാർത്തയാണ് വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ പത്രക്കട്ടിങ്ങൊക്കെ വന്നു. അത് ആരുടെ പത്രമാണെന്ന് നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം. ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തതെന്നും കൃത്യമായിട്ട് ഇവിടുത്തെ ജനങ്ങൾക്ക് അറിയാം. അപ്പോൾ ഇതെല്ലാം അറിയുന്ന ജനങ്ങൾ തീർച്ചയായിട്ടും
ഈ ഫണ്ടുമായി വിനിയോഗത്തിൻ്റെ കാര്യത്തിൽ സർക്കാർ കാണിച്ച ഈ അലംഭാവം അത് UDF ഇവിടെ ഭരിക്കുന്നുള്ളത് കൊണ്ട് അവർക്ക് നേട്ടമുണ്ടാവാൻ പാടില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഇത് ചെയ്തിരിക്കുന്നതെന്ന് ഇത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും.